ആണാ അത് നമുക്ക് സെറ്റാക്കാണ്, പ്രശ്നമില്ല. വെള്ളിമൂങ്ങ കിട്ടോ? അപ്പൊ അണ്ണ അറേഞ്ച് ചെയ്യാം. എന്ത് മാമ? മാമനാ? ആരാ നിന്റെ മാമൻ? എന്ത് ചേട്ടാ? മുട്ടവാലോടെ ഉണ്ടോടാ? അച്ഛ ഇവിടെ ഇല്ലേ, ഞാൻ പോട്ടാ. പോവല്ലേ പോവല്ലേ, നീ എന്നോട്ടാ മുണ്ടെടുക്കാൻ തുടങ്ങിയത്? ഇനി മേലാ മുണ്ടെടുത്ത് കണ്ട തലയിൽ ഒരു വെട്ടും കേട്ടാ. പോടാ പോവാൻ. എന്നാ അവന്റെ മീശ നോക്കിയണ്ണ, ഒരു തോർത്ത് കൊണ്ടിട്ട് വലിച്ചു കഴിഞ്ഞാൽ പോവാന്ന് മീശുള്ളൂ. ചേട്ടന്റെ മീശയും തോർത്ത് കൊണ്ടിട്ട് വലിച്ചാൽ പോകാന്ന് മീശേ ഉള്ളൂ. ഈ പടവലത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ഭക്ഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ? അല്ലെ പറമ്പില് പൈനാപ്പിള്, ചക്ക, മാങ്ങ എല്ലാം അങ്ങ് നിരന്നിടക്കല്ലേ. പിന്നെ വലിയ പേരമരമല്ലേ അമ്മ, വലിയ പേരക്കൊക്കെ ഉള്ള ഇപ്പോഴും ഉണ്ടാ പേരക്ക? പിന്നെ ആ പേരമരം ഇപ്പോഴും ഉണ്ട്, പക്ഷെ പേരക്ക വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ. പണ്ട് നിങ്ങൾ അച്ഛൻ വരുമ്പോഴേ എപ്പോഴും അതിന് മുകളിലായിരുന്നു. ഇത് ശരിയാവില്ല കേട്ടാ, ഇത് ശരിയാവില്ലെന്ന്. എന്താടാ അവന്മാര് കൊറേ ആയി മറ്റേ ആ പാർലറുടെ സൈഡിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. ആര് ലാലുണ്ടീമാ? ഓ പുറത്തെന്തോ ഗ്യാസ് ഓഫീസിൽ ഇവിടെ വന്ന് സേഫ് ആയിട്ട് നിൽക്കാൻ തോന്നുന്നു. എന്താ പ്രശ്നം? അമ്മ വേറെ പ്രശ്നമൊന്നുമില്ല, അവന്മാർ തന്നെ പ്രശ്നം. അവന്മാരൊരു പ്രശ്നമില്ല, അവന്മാരവിടെ നിൽക്കട്ടെ. ആരും അങ്ങോട്ട് പ്രതികരിക്കാൻ പോകാൻ നമ്മൾ അങ്ങോട്ട് പ്രതികരിക്കാണ്ടിരിക്കുമ്പോൾ അവർ സൈലന്റ് ആയിട്ട് അങ്ങോട്ട് പോയിക്കോളൂ. അല്ല അവന്മാർക്ക് വൈരാഗ്യം കാണും. അന്ന് അച്ഛനെ വെട്ടത്തിയെടുത്ത് അല്ലേ പേടിച്ച് ഓടിപ്പിച്ചത്? അല്ല അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം ഇല്ലാത്ത വൈരാഗ്യം പെട്ടെന്ന് ഇന്നെങ്ങനെ ഉണ്ടായ അവന്മാർക്ക്? അവന്മാർക്ക് ഇതുപോലെ അടിപിടിക്കുന്നത് 100 കണക്കിന് അവിടെ കിടക്കല്ലേ, അതിനകത്ത് ഒരെണ്ണം വരുന്നത്. അപ്പൊ അവന്മാര് സമയത്ത് ശ്രദ്ധിച്ചില്ല, ബിസി ആയിരുന്നപ്പോ പിടിച്ചോണ്ട് വന്നിരിക്കും അവന്മാര്. പോലീസിനും വേണ്ടി പോലീസിനും പിടിക്കൂലേ? പോലീസ് പിടിക്കുവന്നാ, പിടിച്ചകത്തിടും പിന്നെ പുറത്തിറങ്ങും, പിടിച്ചകത്തിടും പിന്നെ പുറത്തിറങ്ങും. പോലീസുകാർക്ക് തന്നെ മടുത്തറ അവന്മാരൊക്കെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താ പ്രശ്നം? അവര് വീണ്ടും അലമ്പുണ്ടാക്കിയ? ഒന്നും പറയാതിരിക്കുന്ന ചേച്ചി നല്ലത്. എന്താണ് കാര്യം പറ ചേച്ചി. ഞാൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് അത് വരുമായിരുന്നു. അപ്പൊ ആ ലാലുണ്ണൻ അങ്ങനെ സിംഗടിയും കൂടെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ സിംഗടിയെ കൊണ്ട് എന്നെ വിളിപ്പിച്ച് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ ചോദിക്കണു, എടാ വീട്ടിൽ മുട്ടപാലും ഉണ്ടോടാന്ന്. ആന്ന് ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. നീ ഇല്ലെന്ന് പറഞ്ഞ ഉണ്ടെന്ന് പറയാറുന്നില്ലേ? എനിക്ക് അപ്പൊ അങ്ങനെ പറയാൻ തോന്നി, അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ബാക്കി എന്നിട്ട് ചേട്ടാ എന്നിട്ട് അവന്മാരെന്നെ മുണ്ടി പിടിച്ചിട്ട് പറയണ്, എടാ കൊച്ചിറക്ക ഇനി മേലെ ഇതിൽ കൂടെ മുണ്ടെടുത്ത് കിടക്കരുത്, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മുണ്ടിരിഞ്ഞു കളയുന്നു. ഒറ്റ തവണ ഉരിയുള്ളൂ. അച്ഛനെങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, തീർന്ന അവരുടെ കാര്യം അതോടെ പറയട്ടെ. എന്തേ അച്ഛനെ കുറെ കേൾക്കാൻ നോക്കണോ? നമ്മൾ എങ്ങനെയും പ്രശ്നം പരിഹരിച്ച് അങ്ങനെ ഒന്ന് തണുപ്പിക്കാൻ നോക്കുമ്പോൾ ഉണ്ടെന്ന് ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരിക. മിണ്ടാതിരുന്നോട്ടാ. നീ വിചാരിക്കണമല്ലോ എന്നല്ല കാര്യങ്ങള്. പ്രശ്നം നടന്നു കഴിഞ്ഞാൽ നീ കിടന്ന് നിലവിളിക്കുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടാ. ആണോ? ഞാൻ നിലവിളിക്കെങ്കിലും ചെയ്യും. ഇയാളെന്ത് ചെയ്യും? നിലവിളിക്കണതിന് മുന്നേ അതിന്റെ ബോധം കെട്ടി വീഴും. ഓടി അവിടുന്ന്. അവന്മാരും തന്നെ നോക്കും കൂടിയില്ല, അവന്മാർക്ക് അത്രയും പേടിയുണ്ട്. ഞാൻ എപ്പോഴും ഇവിടെ നടക്കണ പയ്യന്മാരുടെ ബൈക്കിന്റെ ബാക്കിലല്ലേ, അവന്മാർക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് നല്ല ഓൾഡ് ടീം ഉണ്ടെന്ന്. എന്റെ അടുത്ത് കളി കിടക്കില്ല. എനിക്കറിയാം. നാളെ അവന്മാര് രാത്രി പിടിച്ച് വരട്ടിയപ്പോഴത്തേക്കും വാലും ചുരുട്ടി കൊണ്ട് പോകുന്നത്. അത് വേറൊരു ഇനിയിപ്പോൾ അത് കൊടുത്തൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. ഇത്ര നേരം ഇപ്പം നടന്ന കാര്യങ്ങളൊന്നും അച്ഛനടുത്ത് പറയാനും നിൽക്കണ്ട. അച്ഛൻ ഇപ്പോൾ തൽക്കാലത്തിന് വേറെ ഒന്നും അറിയണ്ട. നേരത്തെ വരുമോ? ആദ്യം പണി സ്ഥലത്ത് എത്തിട്ട് ഇതിൽ ആലോചിക്കാം നേരത്തെ പറഞ്ഞ വേണ്ടത്. അച്ഛൻ ഞാൻ കുറച്ച് പൈസ കിട്ടാലേ 2-3 സാധനം മേടിച്ചോണ്ട് വരൂ. എൻ്റെ പൊന്നു മക്കളെ, സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓണം കയറാൻ മൂലയിലാണ്. ഞാൻ എഞ്ചിനീയറുടെ വണ്ടിയിലാണ് പോണത്. അവിടെ തിരിക്കുമ്പോൾ രാത്രിയാവും. ഇവിടെ എത്തുമ്പോഴേ കടയെല്ലാം അടക്കി. പിന്നെ എങ്ങനെ സാധനം വാങ്ങണത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് ചേട്ടൻ എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തു തരും. എന്നെ കൊല്ലരുത്. ഞാൻ തന്നെ ആരൊക്കെ താങ്ങിയിട്ടാണ് ഓഫീസിൽ പണിക്ക് പോണേ, എനിക്ക് വയ്യ. ഞാൻ പിന്നെ ഇറങ്ങട്ടാ മക്കളെ? വാറു അച്ഛൻ പോട്ടാ. അച്ഛൻ വൈകുന്നേരം വരുമ്പോ ഒന്നും വാങ്ങൂല. എപ്പോഴും മാറ്റോണ്ട് വന്നല്ലേ കമ്പനിക്ക് നഷ്ടം. ഇത് മാറ് പോണേ. അമ്മ ഞാൻ ഒരു ഐഡിയ പറയട്ടെ അമ്മേ. എന്താ? അല്ല നമ്മൾ ഈ വീട്ടിലെ കൊറേ കാശ് അനാവശ്യ പദ്ധതിക്ക് വേണ്ടിട്ടൊക്കെ കളഞ്ഞു കുടിച്ചിട്ടില്ലേ? പിന്നെ ഇഷ്ടം പോലെ. അച്ഛൻ തന്നെ എത്ര ഉണ്ട് കളഞ്ഞേക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഷെയർ ഇട്ടിട്ടെ ഒരു കാറ് മേടിക്കാം. പുതിയതൊന്നും വേണ്ട, സെക്കൻഡ് ഹാൻഡ് മതി. ഒരു 2.5-3 ലക്ഷം രൂപയ്ക്കൊക്കെ നല്ല കാർ കിട്ടൂല ഏട്ടാ? ലജ്ജേ, ചില സമയത്താണെങ്കിലും തലയ്ക്കകത്ത് ആൾ താമസമുള്ള പോലെ സംസാരിച്ചല്ലോ. വെരി ഗുഡ്. അതെ ചേച്ചി, ഈ പറഞ്ഞത് നമുക്കൊന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. നമുക്ക് കാറ് മേടിക്കണം. കാറൊക്കെ മേടിക്കാം, പക്ഷെ ഈക്വൽ ഷെയർ ഇടണം. ഈ ഷെയർ എന്ന് ഉദ്ദേശിച്ചത് അച്ഛനുണ്ടോ? നോ, ഒരിക്കലും ഇല്ല. നമ്മൾ 3 പേര് മാത്രം. നമ്മൾ 3 പേര് മാത്രമോ? അല്ലേ 3 പേരെന്ന് പറയുമ്പോഴേ ഒരാൾ 1.5 ലക്ഷം വരെ ഇടേണ്ടി വരും.
എടി ഞാൻ കടം വാങ്ങിട്ട് വരും കേട്ടാ. ചേട്ടാ കടമൊക്കെ തിരിച്ചടക്കുന്നതൊക്കെ പിന്നത്തെ പരിപാടി. ആദ്യം ആഗ്രഹം സാധിക്കണം അല്ലേ? ഞാൻ പാടാടുന്നു 5 രൂപ പൈസ ഇടാത്ത നിനക്ക് അങ്ങനെ എളുപ്പത്തിലൊക്കെ പറയാം കേട്ടാ. വേണമെങ്കിൽ ഞാൻ ഒരു 5000 രൂപ ഇടാം. 5000 രൂപ സെക്കൻഡ് ഹാൻഡ് കാറിന് ടയർ മേടിക്കാൻ പോലും തികയില്ലല്ലോടാ കേശുവേ. എന്നിട്ട് ഇവൻ പറയും ഞാനും കൂടെ ഷെയർ ഇട്ടിട്ടാണ് ഈ കാശ് മേടിച്ചത്. ആ പരിപാടി കാശ് മേടിച്ചതാ? കാശാ? കാറ് ആ പരിപാടി ഇവിടെ നടക്കൂല. അതെ പട്ടിച്ചു കാണാൻ പയ്യ നമുക്ക്. എടാ നിന്റെ കൂട്ടുകാരി മാളവികയുടെ വീട്ടിൽ കാറുണ്ടോടാ? 2 കാറുണ്ട്. 2 കാറുണ്ടോ? കോൾ അടിച്ചല്ലേ കൊച്ചു ഗള്ളൻ. എന്താ അമ്മ എന്താ പറഞ്ഞേ? ചേച്ചി എന്താ പറഞ്ഞേ?